ഹലോ ഹായ് സുമയാണേ. അപ്പോൾ ഇന്ന് ഞാനൊരു മീഷോയുടെ റിവ്യൂ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു ഈ പ്രൊഡക്റ്റ് ഒരുപാട് പേർക്ക് ഉപയോഗപ്പെടുമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിത് ഓർഡർ ചെയ്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ ഈ പ്രൊഡക്റ്റിൻ്റെ കുറച്ച് റിവ്യൂസൊക്കെ കണ്ടായിരുന്നു. വേറെ യൂട്യൂബർ ഓരോ വീഡിയോ ഒക്കെ കണ്ടായിരുന്നു, യൂട്യൂബിൽ കുറച്ച് വീഡിയോസൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ അതിലെല്ലാവർക്കും ഇത് വാങ്ങിച്ചിട്ട് കൊള്ളില്ല, ഉപയോഗിച്ചെനിക്ക് അത് ശരിയായില്ല എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പൈസയും പോയി, അപ്പോൾ ഇത് ഉപയോഗമില്ലാത്തതാണോ എന്ന് ഞാനും അങ്ങനെ വിചാരിച്ചു. പക്ഷേ ഇത് ഓർഡർ ചെയ്ത് കൈ കിട്ടിയതിന് ശേഷം ഞാനിത് ഉപയോഗിച്ചപ്പം നല്ല പ്രൊഡക്റ്റായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. വേറൊന്നുമല്ല, ഇതാണ് പ്രൊഡക്റ്റ്. നമ്മളെ നരയൊക്കെ കറുപ്പിക്കുന്ന ഐറ്റമാണിത്, ഹെയർ ലൈനർ. അപ്പോൾ ഇത് നല്ലതായിട്ട് തന്നെ എനിക്ക് തോന്നി കേട്ടോ. എനിക്ക് ഉപയോഗിച്ചതിനൊക്കെ എനിക്ക് നല്ലതായിട്ട് ഉപയോഗിക്കാൻ പറ്റും, നല്ല മാറ്റം തോന്നി. ഇത് കൊള്ളാം, ഇത് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാനും വിചാരിച്ചു, അയ്യോ ഇത് ഉപയോഗം ഇല്ലാതെ പോകുമോ എന്നൊക്കെ ഞാനും വിചാരിച്ചു. അപ്പോൾ ഇതാണ് അതിൻ്റെ സ്പോഞ്ച്. അപ്പം നമുക്കിതാ ഇവിടെയൊക്കെ എനിക്കിന്ന് ഇവിടെയൊക്കെ നര വന്നു തുടങ്ങി. ഇതാ കണ്ടോ, ഇവിടെയൊക്കെ നരച്ചു തുടങ്ങി. അപ്പം ഞാനങ്ങനെ സാധാരണ ഒരു മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ഞാൻ ഹെന്ന ചെയ്യാറുണ്ട്. ഡൈ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഹെന്ന ചെയ്യാറുണ്ട്, 1-2 പ്രാവശ്യമായിട്ടൊക്കെ ഞാൻ ഹെന്ന ചെയ്യും. പക്ഷേ ഈ ഹെന്ന എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മൾ പെട്ടെന്ന് ഒരിടത്ത് പോകാൻ പറ്റില്ല. നമുക്ക് തലേ ദിവസമൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് പിറ്റേന്ന്, അത് മാത്രമല്ല നമുക്ക് ആരെങ്കിലും അത് ഒന്ന് തലയിൽ ഇട്ട് തരണം. മൊത്തം നമ്മൾ മാത്രമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലായിടത്തും ആവില്ല. അപ്പോൾ ഒരാളും കൂടെ നമുക്ക് സഹായത്തിന് വേണം. അത് കഴിഞ്ഞിട്ട് ഇത് നരച്ച മുടിയൊക്കെ ഉള്ളപ്പം എണ്ണ ചെയ്യുമ്പോൾ കുറച്ച് ചുമന്ന കളറിലൊക്കെ വരും. അപ്പോൾ അത് കറുപ്പിക്കണമെങ്കിൽ വീണ്ടും നമ്മൾ നീലാമരിയുടെ പൊടിയൊക്കെ ചേർത്താണ് പിറ്റേ ദിവസം അത് ചെയ്യണം. അപ്പോൾ കുറച്ച് പാടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരിടത്തൊരു ഫംഗ്ഷൻ എന്തെങ്കിലും പോകാൻ സമയത്ത് നമുക്ക് ഇപ്പം പെട്ടെന്ന് ഡൈയോ അല്ലെങ്കിൽ ഹെന്നയൊന്നും ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് ഞാൻ പറയും. ഇത് ഉപയോഗിക്കുന്നതിൽ പെട്ടെന്ന് നമുക്ക് സെറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ഉപയോഗമുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. അപ്പം ഞാൻ ഉപയോഗിച്ചപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്പോഞ്ച്. ഇതിനകത്താണ് അതിൻ്റെ പൗഡർ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഇത് ഉപയോഗിക്കുന്ന രീതിയുണ്ട്. ഇതിങ്ങനെ ഇങ്ങനെ കറക്കി ടെസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ പൗഡറെല്ലാം ഈ സ്പോഞ്ചിലേക്ക് വരും. എന്നതിന് ശേഷമാണ് നമുക്ക് ഇതിങ്ങനെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത്. ഇത് ഒരു പ്രാവശ്യം ഇങ്ങനെ കറക്കിയിട്ട് ചെയ്താൽ അങ്ങനെ പെട്ടെന്നൊന്നും പിടിക്കില്ല. നമ്മൾ ഓരോ സ്റ്റെപ്പ് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഇതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കറക്കുമ്പോഴത്തേക്കും ഈ പൊടിയെല്ലാം ഈ സ്പോഞ്ചിലേക്ക് വരും. എന്നിട്ട് നമുക്കിത് ഇതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും പോകാനായിട്ട് റെഡിയായി നിന്നതിന് ശേഷം വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് വീണ്ടും നമ്മൾ അടുത്തത് വീണ്ടും ഇതിലേക്ക് ഇട്ടിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് ഇതുപോലെ തേച്ച് കൊടുത്താൽ മതി. കാണാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നു. ഇതുപോലെ തേച്ച് കൊടുത്ത് ഇത് നല്ല പ്രൊഡക്റ്റായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് നല്ലതായിട്ട് ഇതാവുന്നുണ്ട്. കണ്ടോ, വീണ്ടും നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓരോ പ്രാവശ്യം ഇതുപോലെ എടുത്തിട്ട് തേച്ചാൽ മതി. പിന്നെ ഇത് വെള്ളം നനഞ്ഞാൽ പോവില്ല എന്നൊക്കെ ആ വീഡിയോസിലൊക്കെ കണ്ട്. പക്ഷെ അതിനോട് അങ്ങനെയൊന്നുമില്ല. വെള്ളം നനഞ്ഞാൽ എന്തായാലും പോവും. വെള്ളം നനഞ്ഞാൽ പോയില്ലെങ്കിൽ പിന്നെ ഇത് ഇട്ടിട്ട് പിന്നെ നമ്മളിത് പിന്നെ ഇടേ വേണ്ടല്ല. അങ്ങനെയല്ല, ഇത് വെള്ളം നനഞ്ഞാലൊക്കെ പോവും. പക്ഷെ എന്നാലും നമ്മൾ എവിടെയെങ്കിലും പോവാൻ റെഡിയായിട്ട് നിന്നിട്ട് ഇതിട്ട് കൊണ്ട് പോവാം. എണ്ണയൊന്നും ചെയ്യാൻ സമയമില്ല, ഡൈ ചെയ്യാൻ നമുക്ക് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ സെറ്റ് ചെയ്ത് കൊണ്ടുപോകും. ഇവിടെയൊക്കെ നല്ല മറി കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. കണ്ടോ, എനിക്കിവിടെയൊക്കെ 1-2 മുടിയൊക്കെ ചെറിയതായിട്ട് നരച്ചിട്ട്. പിന്നെ അതുപോലെ എനിക്ക് ഒരുപാട് മുടിയൊക്കെ പൊഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തൈറോയിഡിൻ്റെ ഇതുള്ളതുകൊണ്ട്, തൈറോയ്ഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മുടി പൊഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഇതൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണുന്നത്. അതൊക്കെ വേണമെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. വേണ്ട, നല്ല ഉപയോഗമുള്ളത് തന്നെയാണ് കേട്ടോ. ഇത് ആർക്ക് വേണമെങ്കിലും ഇത് വാങ്ങാം. ഇതാ കണ്ടോ, നല്ലതായിട്ട് മാറ്റമില്ലേ? ഇനി ഇതിന് ഒരു ഉപയോഗം കൂടെ ഉണ്ട്, അതും കൂടെ ഞാൻ കാണിച്ചു തരാം. 2-in-1 ആണ്. അപ്പം നമുക്ക് ഇവിടെയും സെറ്റാക്കാം, നമ്മളെ പുരികവും സെറ്റാക്കാം. പുരികത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത്രയും പ്രൊഡക്റ്റും കൂടെ വന്നിട്ടുണ്ട്, ഇത്രയും സാധനങ്ങളുണ്ട്. നമ്മളെ ഐബ്രോ ചെയ്യുന്നതാണിത്, 3 എണ്ണം ഉണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ വന്നതാണ്. പിന്നെ ഇതാ ഇങ്ങനൊരു ബ്രഷും കൂടെ ഉണ്ട് ഐബ്രോ ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്കിതിൽ ഏത് വേണമെന്ന് വെച്ചാൽ അതെടുക്കുക, നമ്മളെ പുരികത്തിലേക്ക് ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഇതെടുത്തിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഈ പുരിവും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? ഇതെനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പെട്ടെന്നൊക്കെ നമുക്ക് സെറ്റ് ചെയ്തുകൊണ്ട് പോകാൻ പറ്റിയ കണ്ടോ, ഒരു പാടുമില്ല. ഞാൻ പിന്നെ ഒരുപാട് ഐബ്രോ ഭയങ്കരമായിട്ട് ഇങ്ങനെ കറുപ്പിക്കാറില്ല. അതന്നെ എൻ്റെ മുഖത്ത് അത്ര ചേരില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒത്തിരി കറുപ്പിക്കാറില്ല. പക്ഷേ ഇത് എനിക്ക് നല്ലതായിട്ട് തോന്നി, ഇത് നല്ല സെറ്റായിട്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ബ്രഷ് ഇട്ടിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഈ പുരികവും തമ്മിൽ വ്യത്യാസം കണ്ടോ? അപ്പോൾ ഇതിൽ 3 ഐബ്രോയുടെ ഇത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾ ഐബ്രോ നോക്കിയിട്ട് അതനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. നല്ലതല്ലേ? 2 ഉപയോഗമില്ല, 2 അല്ല 3 ഉപയോഗമുണ്ട്. ഇങ്ങനെയുള്ളതിനൊക്കെ ഇവിടെയും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. 3 ഉപയോഗം ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും പ്രയോജനപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതെല്ലാവരും വാങ്ങി ഉപയോഗിച്ച് നോക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.